ഹായ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ എത്ര ടൈം നിങ്ങൾ കൺസ്യൂമറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്, എത്ര ടൈം നിങ്ങൾ സർവീസ് പ്രൊവൈഡറായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്? ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുന്നു, പല്ല് തേൽക്കുന്നു. അപ്പൊ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അതിനകത്ത് യൂസ് ചെയ്യുന്നുണ്ടാവും. ഒന്ന് ബ്രഷ്, രണ്ട് പേസ്റ്റ്. ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ കൺസ്യൂമർ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ടാണ് അത് കിട്ടിയിരിക്കുന്നത്, നമ്മൾ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതിന് പകരം പല്ല് തേക്കരുതെന്നല്ല, പല്ല് തേച്ചതിന് ശേഷം ഒരു സർവീസ് പ്രൊവൈഡർ ആയിട്ട് മാറാനും കൂടെ ട്രൈ ചെയ്യാം. ഒരു മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും ചെയ്തിരിക്കുന്ന ഒരു സർവീസ് പ്രൊവൈഡർ ആയിട്ട് മാറുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കോസ്റ്റ് ഉണ്ടാവും. കൺസ്യൂമർ ആയിട്ട് നിൽക്കുമ്പോൾ കോസ്റ്റ് ഉണ്ടാവുകയും സർവീസ് പ്രൊവൈഡർ ആയിട്ട് നിൽക്കുമ്പോൾ നമുക്ക് മണി ഏൺ ചെയ്യാനുള്ള സാധ്യതകളും ഉണ്ടാവും. ഒരു എക്സാമ്പിൾ വീണ്ടും പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു ദിവസം എത്ര വീഡിയോകളാണ് മൊബൈലിൽ കാണുന്നത്? അപ്പോൾ ആ വീഡിയോ കാണുന്ന ആള് കൺസ്യൂമറും വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ആള് സർവീസ് പ്രൊവൈഡറും ആണ്. അപ്പൊ ആ സർവീസ് പ്രൊവൈഡറിനാണ് അപ്പർ ഹാൻഡ് കിട്ടുക, അവർക്ക് മണി ഏൺ ചെയ്യാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. അപ്പോൾ എല്ലാവരും സർവീസ് പ്രൊവൈഡർ ആകാൻ വേണ്ടി ട്രൈ ചെയ്യുക. അതിനുള്ള ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരും. ഓക്കെ, ബൈ, താങ്ക് യു. वीडियोस बनाने हैं, फिल्मोरा है ना।